ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം കത്തോലിക്ക ദൈവശാസ്ത്രത്തിലും കത്തോലിക്ക വിശ്വാസത്തിൻ്റെ അനുദിന പ്രായോഗിക നിലയിലും യേശുവിനേക്കാൾ വിശ്വാസികളുടെ ജീവിതത്തിൽ വലുതായിത്തീരുന്ന ഒരു മറിയം, മാതാവിനോടുള്ള ഭക്തി, മറിയത്തോടുള്ള ഭക്തി വാസ്തവത്തിൽ കത്തോലിക്ക വിശ്വാസികളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ മറിയ ഭക്തിയുള്ള മറ്റു സമുദായ സഭകളുടെ ജീവിതത്തിൽ, ഓർത്തഡോക്സിലും യാക്കോബായിലുമൊക്കെ അത് അങ്ങനെ തന്നെയാണ്. യേശുവിനേക്കാൾ പ്രായോഗിക ജീവിതത്തിൽ വലുതായിത്തീരുന്ന മറ്റൊരു മറിയം. യേശുവിൻ്റെ തനതായ പ്രത്യേകതകളൊക്കെ ഈ മറിയത്തിനുമുണ്ട് എന്ന് വരുത്തി തീർക്കുവാനുള്ള വളരെ സംഘടിതമായ ഒരു ശ്രമം വളരെ വ്യക്തമായി നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അതിൻ്റെ ഫലമായി യേശുവിന് മാത്രമുള്ള സവിശേഷതകൾ ഈ മറിയത്തിനുമുള്ളതായി ജനങ്ങൾ വാസ്തവത്തിൽ ദൈവദൂഷണപരമായി വിശ്വസിക്കുന്നു. മറിയത്തെ യേശുവിനോടൊപ്പം എല്ലാ കാര്യത്തിലും തുല്യയാക്കണമെന്ന ദൈവദൂഷണപരമായ ദുരുദ്ദേശത്തോടെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രബോധനങ്ങളെല്ലാം വാസ്തവത്തിൽ ദൈവവചന വിരുദ്ധമാണ്. ഉദാഹരണമായി, യേശു ജന്മപാപമില്ലാതെ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ നിന്ന് ജനിച്ചു എന്നും, യേശു നമ്മുടെ രക്ഷകനാണ് എന്നും, യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് സ്വർഗത്തിൽ രാജാവായിരിക്കുന്നു എന്നും, നമ്മുടെ ഏക മധ്യസ്ഥനും പ്രതീക്ഷയും എല്ലാം യേശു മാത്രമാണ് എന്നുള്ളതെല്ലാം ദൈവവചനത്തിൽ, ബൈബിളിൽ അധിഷ്ഠിതമായ ആഴമായ ദൈവവചന സത്യങ്ങളാണ്. എന്നാൽ യേശുവിന് മാത്രമുള്ള ഇത്തരം സവിശേഷതകൾ മറിയത്തിന് കൊടുക്കാനും, അങ്ങനെ യേശുവിന് ബദലായി മറ്റൊരാളായി കൂടി സംവിധാനം ചെയ്ത് യേശുവിൻ്റെ മഹത്വത്തെ ചോർത്തിക്കളയുവാനും ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവിടെ നാം കാണുന്നത്. അത് വാസ്തവത്തിൽ ദൈവശാസ്ത്രപരമായ വളരെ ആഴമായ ഒരു അട്ടിമറിയാണ് എന്ന് സമ്മതിക്കാതെ വശമില്ല. അവരുടെ പരിശ്രമ ഫലമായി മറിയം അമലോത്ഭവയാണെന്നും പാപമില്ലാത്തവളാണെന്നും സഹരക്ഷകയാണെന്നും സ്വർഗാരോപണം ചെയ്തുവെന്നും സ്വർഗത്തിൻ്റെ രാജ്ഞിയായി അവരോധിക്കപ്പെട്ടു എന്നും, മറിയമാണ് സ്വർഗത്തിൻ്റെ വാതിലും നമ്മുടെ മധ്യസ്ഥയും എന്നുമൊക്കെ അനേകം ആളുകൾ ഇന്ന് തെറ്റായിട്ട് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുവാൻ അവരുടെ അധികാരികൾ അവരെ പ്രേരിപ്പിക്കുന്നു, നിർബന്ധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബൈബിളിൽ യേശുവിന് മാത്രമായി എടുത്തു പറഞ്ഞിട്ടുള്ള പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളും പദവികളും റോമൻ കത്തോലിക്ക മതവും അതുപോലെ തന്നെ ഓർത്തഡോക്സ് യാക്കോബായ സമുദായ സഭകളും എല്ലാം ഈ മറിയത്തിന് കൊടുക്കുന്നതായിട്ട് നാം കാണുന്നു. അങ്ങനെ ഇത്തരം സഭകളിൽ ഈ മറിയം ഒരു അഭിഭാഷകയും സഹായിയും ഉപകാരിയും മധ്യസ്ഥയുമൊക്കെയായി അറിയപ്പെടുന്നു. റോമൻ കത്തോലിക്ക മതം ഈ മറിയത്തിന് അമലോത്ഭവ, ദൈവമാതാവ്, നിത്യകന്യക, സഹരക്ഷക, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി, സ്വർഗാരോഹിത, സകല കൃപകളുടെയും മധ്യസ്ഥ എന്നീ പദവികൾ കൊടുത്തുകൊണ്ടുള്ള പ്രബോധനങ്ങൾ വഴിയായിട്ട് യേശുവിനുള്ള മഹത്വം വാസ്തവത്തിൽ ചോർത്തിയെടുക്കുന്നു. അപ്പോൾ യേശുവിന് നാം കൊടുക്കേണ്ടതായിട്ടുള്ള മഹത്വവും ആരാധനയും ജനസമ്മിതിയുമെല്ലാം ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ചോർത്തിയെടുത്ത്
വേറൊരു വ്യക്തിത്വത്തിന്, വേറൊരു ബിംബത്തിന് കൊടുക്കുന്നതായി നാം മനസ്സിലാക്കുന്നു. റോമൻ കത്തോലിക്ക മതക്കാർ തങ്ങളുടെ പ്രായോഗിക ആത്മീയ ജീവിതത്തിൽ ക്രിസ്തുവിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ഥാനം ഈ മറിയത്തിന് കൊടുക്കുന്നത് ഇതിനുള്ള തെളിവാണ്. ഇത് വളരെ കുടിലമായ ഒരു തരം വിഗ്രഹാരാധനയുടെ സാക്ഷാത്കാരമാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഈ കത്തോലിക്ക മറിയത്തിൻ്റെ മഹത്വത്തിനായി കത്തോലിക്ക സഭ അനേകം പ്രതിമകളും പുണ്യ സങ്കേതങ്ങളും പള്ളികളും കത്തീഡ്രലുകളും ബസിലിക്കകളും പണി കഴിപ്പിക്കുകയും അവളോട് പ്രാർത്ഥിക്കുവാനും അവൾക്ക് സ്തുതി ചെയ്യുവാനും ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ റോമൻ കത്തോലിക്ക മതം, അതുപോലെ തന്നെ മറ്റ് ചില സമുദായ സഭകളും ഈ മറിയത്തിന് കൊടുക്കുന്ന വിശേഷണങ്ങൾ ബൈബിൾ യേശുവിന് കൊടുക്കുന്ന വിശേഷണങ്ങളോട് സമാന്തരമാണ്. ഉദാഹരണമായി, ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണം, ഉഷകാല നക്ഷത്രം, സ്വർഗത്തിൻ്റെ വാതിൽ, പാപികളുടെ സങ്കേതം, നിത്യസഹായ കേന്ദ്രം, അങ്ങനെ പരിശുദ്ധാത്മാവ് മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഏക വ്യക്തിയായ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നതിന് പകരം മറ്റു പലരെയും മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആത്മാവ് ദൈവാത്മാവല്ല എന്ന് വളരെ വ്യക്തമാണ്. പലപ്പോഴും ഈ ആധുനിക മറിയത്തിൻ്റെ വ്യക്തിത്വം യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കാൾ ആകർഷണീയമായി ചിത്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് പരിതാപകരമായ കാര്യം. എല്ലാത്തിലും ഏറ്റവും ഉന്നതനും ശ്രേഷ്ഠനും അഭികാമ്യനുമായ യേശുക്രിസ്തുവിന് മാത്രം അവകാശപ്പെടാവുന്ന സവിശേഷതകൾ യേശുവിന് കൊടുക്കാതെ മറിയത്തിന് കൊടുത്ത് മറിയത്തെ യേശുവിനോടൊപ്പം വലുതാക്കി കാണിക്കുവാനുള്ള ദൈവദൂഷണപരമായ ശ്രമം നടക്കുന്നു എന്നത് തർക്കമറ്റ വസ്തുതയാണ്. തൻ്റെ അനന്തമായ സ്നേഹവും കരുണയും നിമിത്തം നമുക്കായി മരിക്കുകയും ഉയിർത്തെഴുന്നേൽക്കുകയും സ്വർഗസ്ഥനായ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്കായി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്ന യേശുവിനെ നാം വേണ്ടത്ര അറിയുകയും സ്നേഹിക്കുകയും ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം നുണ നിറഞ്ഞ തന്ത്രപരമായ സാഹചര്യങ്ങൾ, അന്ധകാര ശക്തികൾ സാധാരണ വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് സംവിധാനം ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കണം. യേശുവിനെ പലപ്പോഴും നിസ്സഹായനായ പുൽക്കൂട്ടിലെ ശിശുവായോ കുരിശിൽ മരിച്ചു കിടക്കുന്നതായോ കഠിനഹൃദയനായ വിധികർത്താവായോ ഒക്കെ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായി യേശുവിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഒന്നുകിൽ ആളുകൾക്ക് സഹതാപം തോന്നും, അല്ലെങ്കിൽ പേടി തോന്നും. അങ്ങനെ ജനങ്ങളുടെ അനുദിന ജീവിത പ്രശ്നങ്ങളെ നേരിടുവാൻ യേശുവിന് കാര്യമായിട്ട് ഒന്നും ചെയ്യുവാൻ കഴിവില്ല എന്നുള്ള അസത്യമായ ഒരു അഭിപ്രായം ഉണ്ടാകുന്ന രീതിയിലാണ് ഇവർ ഇത്തരം സഭകളിൽ യേശുവിനെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇത് സർവശക്തനായ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയായ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ അധിക്ഷേപിക്കുന്ന പ്രവൃത്തിയാണ് എന്ന് വ്യക്തമാണ്. കാരണം അവർ ദൈവപുത്രനെ സ്വമനസ അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്തു എന്ന് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് ചെയ്യാതെയും ചെയ്യേണ്ടാത്തത് ചെയ്തും യേശുവിനെ ഒതുക്കി ചെറുതാക്കി കളയുന്നു. അങ്ങനെ മറിയത്തെ വളർത്തി വലുതാക്കുന്നു ജനഹൃദയങ്ങളിൽ. ചില സഭകളിൽ ജനങ്ങളുടെ ഏറ്റവും അധികം പ്രാർത്ഥന പിടിച്ചു പറ്റുന്ന ആളായി മറിയത്തെ വളർത്തിയെടുത്തിരിക്കുന്നു. ബൈബിളിൽ മറിയത്തെ പറ്റി പറഞ്ഞിട്ടില്ലാത്തതും ദൈവിക നിയമങ്ങൾക്ക് വിരുദ്ധവുമായ അനേകം കാര്യങ്ങൾ ജനങ്ങളുടെ ആരാധനാ സമ്പ്രദായത്തിൻ്റെ ഭാഗമാക്കി തീർത്തുകൊണ്ടാണ് അവർ ഇത് സാധിച്ചെടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ യേശുവിനെ പറ്റി ബൈബിളിൽ ഊന്നിപ്പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ
ജനജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു ആകാതിരിക്കാൻ വേണ്ടി പലവിധമായ പാരമ്പര്യങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. ചുരുക്കത്തിൽ യേശുവിനെ അധികം അടുപ്പിക്കാതെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. മനുഷ്യന്റെ നിത്യരക്ഷ എന്ന പരമപ്രധാനമായ കാര്യത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ ഭൗതിക നേട്ടങ്ങൾക്കും സ്വാർത്ഥ ലാഭങ്ങൾക്കും ഉദ്ദിഷ്ടകാര്യ സാധ്യങ്ങൾക്കുമായി മറിയത്തെ പ്രസിദ്ധപ്പെടുത്തി ഒരു കച്ചവടം ചെയ്യുന്നു. മറിയത്തെ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥം വഹിക്കാൻ കഴിയുന്ന പ്രഥമ വ്യക്തിയാണെന്നും മറിയത്തിൽ കൂടിയുള്ള പ്രാർത്ഥനകൾക്കാണ് കൂടുതൽ ശക്തിയും ഫലദായകത്വവും എന്നുമൊക്കെയുള്ള ചിന്താഗതികൾ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഭാഗമായി മറിയത്തിൻ്റേതെന്ന് അവകാശപ്പെടുന്ന അത്ഭുതങ്ങളും പ്രത്യക്ഷതകളും പ്രസിദ്ധപ്പെടുത്തുക, മറിയത്തിൻ്റെ രൂപങ്ങളും മറിയത്തിൻ്റേതെന്ന് അവകാശപ്പെടുന്ന ഭൗതിക അവശിഷ്ടങ്ങളും വാങ്ങുക, വണങ്ങുക, തീർത്ഥാടനങ്ങൾ നടത്തുക എന്നിങ്ങനെ അനേകം ഭക്താഭ്യാസങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ വിശ്വാസികൾ മറിയ ഭക്തരായി തീരുകയും ആ മറിയ ഭക്തർ യേശുവിനെ പോലെ ആയിത്തീരുന്നതിന് പകരം മറിയത്തെ പോലെ ആയിത്തീരുന്ന ഒരു സാഹചര്യം മനഃപൂർവമായി അവർ സംവിധാനം ചെയ്യുന്നു. യേശുവിന് പകരം മറിയം അവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒരുപക്ഷെ അവർ ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുവാൻ തയ്യാറല്ലായിരിക്കാം. ഒരുപക്ഷെ യേശുവിന് തന്നെ പ്രഥമസ്ഥാനം കൊടുക്കണമെന്നായിരിക്കാം അവരുടെ ആഗ്രഹം. എങ്കിലും അവരുടെ ജീവിതത്തിൽ ഇതിനോടകം സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരിക്കുന്ന ഭക്താഭ്യാസക്രമങ്ങളുടെ സ്വാധീന വലയത്തിൽ അവർ പെട്ടിരിക്കുന്നത് കൊണ്ട്, കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് യേശുവിനെ പിന്തള്ളി മറിയം അവരുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൈയടക്കിയിരിക്കുന്നു. ഈ യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കി അവരുടെ തെറ്റുകൾ തിരുത്തി സത്യത്തിലേക്ക് കടന്നു വരാതിരിക്കുവാൻ വേണ്ടി ക്രിസ്തുവിരുദ്ധമായ ശക്തികൾ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തൻ്റെ ഭക്തരെ തന്നിലേക്ക് അടുപ്പിച്ച് യേശുവിൽ നിന്ന് അകറ്റി വിഗ്രഹാരാധകരാക്കി തീർക്കുന്നതാണ് ഈ ആധുനിക മറിയത്തിൻ്റെ പദ്ധതിയും സ്വഭാവവും. ഈ പുതിയ മറിയത്തിന് ക്രിസ്തുവിൻ്റെ സ്ഥാനവും മഹത്വവും അപഹരിക്കാനും സകല അനുഗ്രഹങ്ങളുടെയും മനുഷ്യരക്ഷയുടെയും ഉറവിടമെന്ന് സ്വയം വിശേഷിപ്പിക്കാനും അങ്ങനെ ജനതകളുടെ മുൻപിൽ സ്വയം വലുതാക്കി കാണിച്ച് യേശുവിനെ പിന്തള്ളാനും അങ്ങനെ ജനഹൃദയങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിനെ മാറ്റിക്കളഞ്ഞിട്ട് ആ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിക്കാനുമുള്ള അടക്കാനാവാത്ത ഒരു ആഗ്രഹമുണ്ട്. ഈ പുതിയ മറിയത്തിൻ്റെ അതീവ തന്ത്രപരമായ പല നീക്കങ്ങളുടെയും ഫലമായി അനേകം ആളുകൾ തങ്ങളുടെ ആത്മീയ അഭ്യാസങ്ങളിൽ മറിയത്തിന് ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുകയും മറിയത്തെ സ്തുതിക്കുന്നതിനും മറിയത്തോട് പ്രാർത്ഥിക്കുന്നതിനും കൂടുതൽ സമയം ചിലവഴിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജപമാലയിൽ മറിയത്തോട് 10 പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ 1 പ്രാവശ്യം മാത്രമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുള്ളൂ. അങ്ങനെ ഇത്തരക്കാർ ദൈവം മാത്രമാണ് ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യൻ എന്ന അടിസ്ഥാന സത്യം അംഗീകരിക്കാതെ ഒരു സൃഷ്ടിയായ മറിയത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും മറിയത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ അറിഞ്ഞോ അറിയാതെയോ അവർ വിഗ്രഹാരാധകരായി തീരുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ വിഗ്രഹാരാധനയിൽ ആരാധന സ്വീകരിക്കുന്നത് സാത്താനാണ്. അതുകൊണ്ട് വിഗ്രഹാരാധകർ സാത്താനെ ആരാധിക്കുന്നതാണ്. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ജീവൻ വച്ച യേശുക്രിസ്തുവിനെ 2ാം സ്ഥാനത്തേക്ക് തള്ളിക്കളയുന്ന
ഏതോ ഒരു ആത്മീയ ശക്തിയെയും നാം വളരെ ശ്രദ്ധയോടെ അകറ്റി നിർത്തേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവൻ അപകടത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ പാരമ്പര്യ സഭകൾ, അതായത് റോമൻ കത്തോലിക്ക മതം, യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ, ഈ സമുദായ സഭകൾ മറിയത്തെ മനുഷ്യവർഗത്തിൻ്റെ അമ്മയായ മറിയം എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട്. യേശുവിൻ്റെ അമ്മയായ മറിയം മനുഷ്യവർഗത്തിൻ്റെ അമ്മയാണ് എന്ന വാദത്തിന് ദൈവവചനപരമായ യാതൊരു ന്യായീകരണവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കത്തോലിക്ക സഭയുടെ അഭിപ്രായത്തിൽ രക്ഷാകര കർമ്മത്തിൻ്റെ എല്ലാ സംഭവങ്ങളിലും മറിയം പങ്കുകൊണ്ടു. അങ്ങനെ ലോകരക്ഷകന്റെ വത്സല മാതാവും രക്ഷാകർമ്മത്തിൽ അവിടുത്തെ സഹകാരിണിയും എന്ന നിലയിലാണ് അവർ മറിയം രക്ഷിക്കപ്പെട്ട എല്ലാവരുടെയും മാതാവായിരിക്കുന്നത് എന്നുള്ള നിലയിൽ അവരുടെ ദൈവശാസ്ത്രത്തെ, മരിയ ശാസ്ത്രത്തെ രൂപപ്പെടുത്തുന്നത്. കുരിശിൽ വച്ച് ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോടും ഇതാ നിന്റെ മകൻ എന്ന് മറിയത്തോടും പറഞ്ഞുകൊണ്ട് ഈ സത്യം ക്രിസ്തു പ്രഖ്യാപിച്ചു എന്നാണ് അവർ വാദിക്കുന്നത്. കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന യോഹന്നാൻ യേശു നൽകുന്ന ജീവൻ സ്വീകരിക്കുന്ന എല്ലാവരുടെയും പ്രതിനിധിയാണ് എന്നൊക്കെയാണ് അവരുടെ വാദം. ഇത്തരം അനുമാനങ്ങളിൽ വാസ്തവത്തിൽ അനേകം തെറ്റുകളുണ്ട്. ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്ന കാര്യം പറയാതെ അതിൽ നിന്നും അനേക കാര്യങ്ങൾ ഊഹിച്ചും അനുമാനിച്ചും ദൈവശാസ്ത്രപരമായ തത്വങ്ങൾ ഉണ്ടാക്കി അത് പ്രായോഗികമായ ആത്മീയ ജീവിതത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നത് വളരെ അപകടകരമായ കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കും. അപ്പോൾ അവരുടെ വാദം ഇപ്രകാരമാണ്: യേശു കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാനോട് ഇതാ നിന്റെ അമ്മ എന്നും മറിയത്തോട് ഇതാ നിന്റെ മകൻ എന്നും പറഞ്ഞല്ലോ. അപ്പോൾ യോഹന്നാനോട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞതിലൂടെ യേശു മറിയത്തെ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ അമ്മയാക്കി തീർക്കുകയായിരുന്നില്ലേ? പക്ഷേ ഈ ചിന്താഗതിയിലുള്ള പിശക് അല്പം ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. യേശു യോഹന്നാനോടും മറിയത്തോടും അത്തരം വാക്കുകൾ പറഞ്ഞ അവസരത്തിൽ യോഹന്നാൻ മാത്രമായിരുന്നില്ല മറിയത്തോടുകൂടെ ഉണ്ടായിരുന്നത്. എങ്കിലും ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോട് മാത്രമാണ് യേശു പറഞ്ഞത്. അല്ലാതെ എൻ്റെയും നിങ്ങളുടെയും എല്ലാം അമ്മ എന്നോ മനുഷ്യവർഗത്തിൻ്റെ അമ്മ എന്നോ യേശു മറിയത്തെപ്പറ്റി പറഞ്ഞിട്ടില്ല. അതുമാത്രവുമല്ല, യേശു മറിയത്തെ മനുഷ്യവർഗത്തിൻ്റെ അമ്മയായിട്ടാണ് യോഹന്നാനെ ഏൽപ്പിച്ചിരുന്നതെങ്കിൽ യോഹന്നാൻ ആ കാര്യം തൻ്റെ സുവിശേഷത്തിലോ ഈ ലേഖനങ്ങളിലോ വളരെ വ്യക്തമായിട്ട് പ്രസ്താവിക്കുമായിരുന്നു. എന്നാൽ മറിയം ദൈവമാതാവാണെന്നോ മനുഷ്യവർഗത്തിൻ്റെ അമ്മയാണെന്നോ മധ്യസ്ഥയാണെന്നോ മറിയത്തോട് പ്രാർത്ഥിക്കണമെന്നോ ഒക്കെയുള്ള യാതൊരു സൂചനയും യോഹന്നാൻ അപ്പസ്തോലൻ തൻ്റെ എഴുത്തുകളിൽ, സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും നൽകുന്നില്ല. അതുമാത്രവുമല്ല, മറ്റ് അപ്പസ്തോലന്മാരും ആദിമ ക്രിസ്ത്യാനികളും മറിയത്തെ ദൈവത്തിൻ്റെ അമ്മയായോ തങ്ങളുടെ അമ്മയായോ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ അമ്മയായോ ഒന്നും കരുതിയതായിട്ടുള്ള എന്തെങ്കിലും തെളിവോ സൂചന പോലുമോ ബൈബിളിലില്ല. അങ്ങനെ ദൈവവചനപ്രകാരം ദൈവം മറിയത്തെ മനുഷ്യവർഗത്തിൻ്റെ അമ്മയായി കരുതുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ മറിയം മനുഷ്യവർഗത്തിൻ്റെയോ വിശ്വാസികളുടെയോ അമ്മ അല്ലെന്നും തെളിയുന്നുണ്ട്. അതിനാൽ മറിയത്തെ മനുഷ്യവർഗത്തിൻ്റെ അമ്മയായോ വിശ്വാസികളുടെ അമ്മയായോ ഉയർത്തി കാണിക്കുവാൻ ശ്രമിക്കുന്നത് ദൈവവചന വിരുദ്ധവും അസത്യവാദവും സ്വാർത്ഥ ലാഭങ്ങളെ ലാക്കാക്കിയുള്ള കപടഭക്തിയുമാണ് എന്നത്
സംശയരഹിതമായ വസ്തുതയാണ്. മറിയത്തെ യോഹന്നാൻ്റെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കുക മാത്രമാണ് യേശു ചെയ്തത്. യേശു അങ്ങനെ ചെയ്തതിൻ്റെ ഉദ്ദേശം യോഹന്നാൻ മറിയത്തെ അമ്മയെപ്പോലെ കരുതി സംരക്ഷിക്കണമെന്നതായിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു എന്ന് ദൈവവചനത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ യേശു മറിയത്തെ യോഹന്നാൻ്റെ സംരക്ഷണത്തിന് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അല്ലാതെ യോഹന്നാനെ മറിയത്തിൻ്റെ സംരക്ഷണത്തിന് ഏൽപ്പിക്കുകയായിരുന്നില്ല ചെയ്തത്. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കണം. കത്തോലിക്ക വാദപ്രകാരം മറിയമാണ് യോഹന്നാനെ സംരക്ഷിക്കുന്നത്, മധ്യസ്ഥം വഹിക്കുന്നത്. അങ്ങനെ ഒരു സംവിധാനം അവിടെ ഇല്ല എന്ന് ആ വചനങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അന്ന് യേശുവിനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ക്രമീകരണം ആവശ്യമായി വന്നത് യേശു മറിയത്തിൻ്റെ ആദ്യ ജാതനായിരുന്നതിനാലും മറിയം കൂടുതൽ സമയം യേശുവിനോടുകൂടി ആയിരുന്നതിനാലും യേശുവിൻ്റെ സഹോദരന്മാരായ മറിയത്തിൻ്റെ മറ്റ് മക്കൾ യേശുവിൽ വിശ്വസിച്ചിട്ടില്ലാത്തതിനാലുമായിരുന്നു. മാത്രവുമല്ല, ഈ സംഭവ സമയത്ത് അതിനാൽ തന്നെ അവരാരും യേശുവിൻ്റെ കുരിശിനു സമീപം ഉണ്ടായിരുന്നുമില്ല. മാത്രമല്ല, ഈ സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ദൈവം പോലും മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പിതാവാണ് എന്ന് അവകാശപ്പെടുന്നില്ല. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളല്ല എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതേ സംബന്ധിച്ച് ഉള്ള വിശദാംശങ്ങൾ നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിലും റോമാലേഖനം 8-ാം അധ്യായത്തിലും കാണുവാനായിട്ട് കഴിയും. സകല മനുഷ്യരെയും ദൈവത്തിൻ്റെ മക്കളായിട്ടല്ല, സൃഷ്ടികളായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. യേശുക്രിസ്തുവിലുള്ള രക്ഷ സ്വീകരിച്ച് ദൈവമക്കളായിത്തീരുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. യാഥാർത്ഥ്യം ഇങ്ങനെയിരിക്കെ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ അമ്മ എന്ന അവകാശവാദം ഉന്നയിക്കുന്ന ഈ പുതിയ മറിയം ദൈവത്തിൻ്റെയും സത്യത്തിൻ്റെയും ഭാഗത്ത് നിന്നുള്ളതല്ല എന്ന് വ്യക്തമാകുന്നു. അത് മറ്റൊരു ആത്മാവാണ്. മാത്രമല്ല, വിശ്വാസികളുടെ അമ്മ മറിയമല്ല, സ്വർഗീയ യെരൂശലേമാണ് എന്നാണ് ബൈബിൾ വ്യക്തമാക്കുന്നത്. ക്രിസ്തീയ വിശ്വാസികളുടെ അമ്മ എന്ന് ബൈബിളിൽ വിശേഷിപ്പിക്കുന്നത് സ്വർഗീയ യെരൂശലേമിനെ മാത്രമാണ്. എന്നാൽ സ്വർഗീയ യെരൂശലേം സ്വതന്ത്രയാണ്. അവളാണ് നമ്മുടെ മാതാവ് എന്ന് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം സമുദായ സഭകളുടെ അവകാശവാദങ്ങളെല്ലാം ക്രിസ്തുവിനെ തുച്ഛീകരിക്കാനും അങ്ങനെ വിശ്വാസികളെ വളരെ തന്ത്രപരമായി വഞ്ചിക്കുവാനുമുള്ളതാണ് എന്ന് വിശ്വാസികളും നേതാക്കളും മനസ്സിലാക്കണം. റോമൻ കത്തോലിക്ക മതത്തിലും സഭയിലും അതുപോലെ തന്നെ ഉള്ള മറ്റ് സമുദായ സഭകളിലും ദൈവവചന വിരുദ്ധമായിട്ട്, ബൈബിൾ വിരുദ്ധമായിട്ട് കാണുന്ന മറ്റൊരു കാര്യമാണ് സഹരക്ഷകയായ മറിയം. മറിയത്തിന് നമ്മെ സംരക്ഷിക്കുവാൻ, രക്ഷിക്കുവാൻ കഴിയുമെന്നും നാം മറിയത്തെ ആരാധിക്കണമെന്നും റോമൻ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാറ്റക്കിസം 969, 494, 1172 എന്നീ ഖണ്ഡികകളിൽ നാം അത് കാണുന്നുണ്ട്. യഥാർത്ഥ മറിയം വാസ്തവത്തിൽ സഹരക്ഷകയല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതാണ് ബൈബിളിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. യേശുക്രിസ്തു സമ്പൂർണനായ ഏക രക്ഷകനാണ്. അവനോട് തുല്യം ചെയ്യുവാൻ ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ യാഥാർത്ഥ്യവും സത്യവും ഇരിക്കുമ്പോഴാണ് മറിയത്തെ സഹരക്ഷകയായി ഉയർത്തി യേശുവിൻ്റെ മഹത്വത്തെ തകർത്ത് കളയുവാൻ, ജനഹൃദയങ്ങളിൽ യേശുവിനെ തുച്ഛീകരിക്കുവാനും ചെറുതാക്കാനുമുള്ള തന്ത്രപരമായ ഒരു നീക്കം ദൈവശാസ്ത്രപരമായി ഇത്തരം സമുദായ സഭകളിൽ നുഴഞ്ഞു കയറുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
യഥാർത്ഥ യേശു ഏക രക്ഷകനാണ്. ഏക രക്ഷകന് സഹരക്ഷകയുണ്ടാവുക എന്നുള്ളത് സാധ്യമല്ല. മറിയത്തെ യേശുവിനോടുകൂടി സഹരക്ഷകയാക്കുവാനുള്ള പ്രവണത തികച്ചും ദൈവവചന വിരുദ്ധമാണ്. യേശുവിന് മാത്രമേ മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയൂ. മറിയത്തിന് ആരെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമെന്ന് യേശുവോ ബൈബിളോ ബൈബിളിലെ മറിയമോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മറിയത്തിന് ആരെയെങ്കിലും രക്ഷിക്കുവാൻ കഴിയുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ദൈവവചനത്തിന് വിരുദ്ധവും സത്യവിരുദ്ധവും അപകടകരവുമാണ്. ഉൽപ്പത്തി 3:15 അതിൻ പ്രകാരം പിശാചിൻ്റെ തല തകർക്കുന്നത് മറിയമല്ല, യേശുവാണ്. എന്നാൽ കത്തോലിക്കാ സഭ തെറ്റായി പഠിപ്പിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സർപ്പത്തിൻ്റെ തല തകർക്കുന്ന സ്ത്രീ മറിയത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. അതാണ് 9ാം ക്ലാസ്സിലെ KCBC സൺഡേ സ്കൂൾ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു വാളിനെ പറ്റി പറയുന്നുണ്ട്. മറിയത്തിൻ്റെ ഹൃദയത്തിൽ കൂടി കിടക്കുന്ന വാൾ. അപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനും വീണ്ടെടുപ്പിനുമുള്ള യേശുവിൻ്റെ പീഡാസഹനങ്ങളിൽ മറിയം പങ്കാളിയാകുന്നതിനെ സൂചിപ്പിക്കുന്നു എന്ന് കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നു. യേശുവിൻ്റെ പീഡാസഹന വേളയിൽ കഷ്ടങ്ങൾ സഹിച്ചത് മറിയം മാത്രമായിരുന്നില്ല. അത്തരം സഹനങ്ങളെല്ലാം നീതിക്ക് വേണ്ടിയുള്ള സഹനമാണ്. അത് ഓരോ വ്യക്തിയുടെയും സഹനമാണ്. മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള രക്ഷാകര പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സഹനമല്ല. അതാണ് 1 പത്രോസിൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ നാം കാണുന്നത്. സഹനമെന്ന് പറയുന്നത് അത് വിശ്വാസിയുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളാണ്. അതെല്ലാ വിശ്വാസിക്കും ഉണ്ടാകുന്നതാണ്. എന്നാൽ മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനും രക്ഷയ്ക്കുമായി പീഡകൾ സഹിച്ചത് യേശു ക്രിസ്തു മാത്രമാണ്. മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി സഹിക്കുക എന്ന ഉന്നത സ്ഥാനം യേശുവിന് മാത്രമുള്ളതാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പീഡകൾ സഹിച്ചു. അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്നാണ് ഗലാത്യ ലേഖനത്തിൽ നാം കാണുന്നത്. എല്ലാ മനുഷ്യരുടെയും അകൃത്യം ചുമന്നത് യേശു മാത്രമാണ്. യേശു മനുഷ്യവർഗത്തിന് വേണ്ടി സഹിച്ചപ്പോൾ ആശ്വസിപ്പിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല, മറിയം പോലും ഉണ്ടായിരുന്നില്ല. അതാണ് സങ്കീർത്തനം 69-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ദൈവം മരിച്ചാലും മരിക്കാത്ത സഹനത്തിൻ്റെ ബിംബമായി ചിലർ മറിയത്തെ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസത്തിന് അപമാനമായിരിക്കുന്നത്. ഇതെല്ലാം വെറും അപകടം നിറഞ്ഞ അബദ്ധ സിദ്ധാന്തങ്ങൾ മാത്രമാണ് എന്ന് ബൈബിൾ വായിച്ചു മനസ്സിലാക്കുന്ന സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ചില നിത്യസത്യങ്ങളാണ്. അപ്പോൾ ദൈവവചനത്തിൽ നാം കാണുന്ന കാര്യം, മറിയം യേശുവിനെ തൻ്റെ രക്ഷകനായി കണക്കാക്കി എന്നുള്ളതാണ്. അതാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം കാണുന്നത്. മറിയം മറ്റെല്ലാ മനുഷ്യരെയും പോലെ പാപിയായിരുന്നത് കൊണ്ട് മറിയത്തിന് ഒരു രക്ഷകനെ ആവശ്യമുണ്ടായിരുന്നു. റോമാലേഖനം 3-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, എല്ലാ മനുഷ്യരും പാപം ചെയ്തു. അതിൽ മറിയത്തിന് ഒരു എക്സെപ്ഷൻ ഇല്ല. അങ്ങനെ രക്ഷകനെ ആവശ്യമുണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് മനുഷ്യവർഗത്തിൻ്റെ രക്ഷകയായോ സഹരക്ഷകയായോ ഒന്നും പ്രവർത്തിക്കുവാനോ സഹകരിക്കുവാനോ ഉള്ള യോഗ്യത ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുള്ള യോഗ്യത പാപരഹിതനും പരിശുദ്ധനുമായ യേശു ക്രിസ്തുവിന് മാത്രമേയുള്ളൂ. മാത്രമല്ല, ബൈബിൾ പ്രകാരം രക്ഷകൻ ഒരാൾ മാത്രമാണ്. അത് മറിയമല്ല, യേശു മാത്രമാണ്. പരിപൂർണമായും യേശു മാത്രമാണ്. അവൻ ഏക രക്ഷകനാണ്. അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്, ഏകനായി രക്ഷിക്കുന്നവനാണ്. ഇതെല്ലാം നമ്മൾ പുതിയ നിയമ പുസ്തകങ്ങളിൽ വളരെ വിവരിച്ച് പ്രസ്താവിക്കുന്ന കാര്യങ്ങളായിട്ട് അനേക വാക്യങ്ങളിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും
ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി തീർന്നു. അവർ ദൈവത്തിൻ്റെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു എന്നാണ് റോമാലേഖനം 3-ാം അധ്യായത്തിൽ നാം കാണുന്നത്. രക്ഷയ്ക്കുള്ള ഏക വഴി യേശു മാത്രമാണ്. അത് വിശ്വസിക്കാത്തവർക്ക് രക്ഷയില്ല എന്നുള്ളതാണ് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ നാം കാണുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 14-ാം അധ്യായത്തിലെല്ലാം ഇതേക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ അനേക പ്രാവശ്യം യേശുവാണ് മനുഷ്യവർഗത്തിൻ്റെ ഏക രക്ഷകനെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. നാം ദൈവവുമായി അനുരഞ്ജിപ്പിക്കപ്പെട്ടത് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയാണ്, അല്ലാതെ മറിയത്തിലൂടെയല്ല, മറിയത്തിൻ്റെ സഹനങ്ങളിലൂടെയല്ല. മറിയം പിതാവിന് യേശുവിനെ സമർപ്പിക്കുകയല്ല ചെയ്തത്, മറിച്ച് യേശു ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വളരെ തന്ത്രപരമായി ദൈവവചനത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് യേശുവിൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊരു വ്യക്തിയെ തിരുകി കയറ്റുന്ന തന്ത്രപരമായ ചില നിലപാടുകളാണ് പല സമുദായ സഭകളിലും അവരുടെ ദൈവശാസ്ത്രത്തിലൂടെയും വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ദൈവവചനത്തിന് ഘടകവിരുദ്ധമായ നിലപാടുകളായിട്ടാണ് നിലകൊള്ളുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ പത്രോസ് യേശുവിനെ മാത്രമാണ് മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായി അംഗീകരിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് എന്ന് 1 പത്രോസിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ, 2 പത്രോസിൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിലെല്ലാം നാം കാണുന്നുണ്ട്. അപ്പോൾ ബൈബിൾ വേണ്ടതുപോലെ പഠിക്കാതെ, ക്രിസ്തുവിനെ വേണ്ടതുപോലെ സ്നേഹിക്കാതെയും അനുസരിക്കാതെയും ഇരിക്കുന്നത് കൊണ്ടാണ് അനുസരണക്കേടിന് വിധേയരാകുന്നവരിൽ ഇത്തരം ദുരാത്മാക്കൾ നുഴഞ്ഞു കയറുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ബൈബിൾ പ്രകാരം മനുഷ്യനായി ജനിച്ച സകലരും, യേശു ക്രിസ്തു ഒഴികെ എല്ലാവരും പാപികളായിരുന്നു, മറിയം ഉൾപ്പെടെ. അത് സങ്കീർത്തനത്തിൽ 49-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നുണ്ട്. മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനുള്ള യോഗ്യത അതുകൊണ്ട് മറിയത്തിനില്ലായിരുന്നു. അവ യേശുവിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ദൈവം മനുഷ്യവർഗത്തെ മുഴുവൻ വീണ്ടെടുക്കുവാനുള്ള അനന്ത യോഗ്യതയുള്ള തൻ്റെ തന്നെ പ്രത്യക്ഷതയായ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത്. യേശു മനുഷ്യൻ്റെ സാദൃശ്യത്തിലായിരുന്നതുകൊണ്ട് മനുഷ്യവർഗത്തെ ദൈവത്തിൻ്റെ മുൻപിൽ പ്രതിനിധീകരിക്കുവാനും ശാരീരികമായി മരിക്കുവാനും യേശുവിന് കഴിയുമായിരുന്നു എന്ന് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ, വെളിപ്പാടിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിലൊക്കെ നാം വായിക്കുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ യേശു ദൈവത്തിൻ്റെ പ്രത്യക്ഷതയായിരുന്നു, ദൈവപുത്രനായിരുന്നു, അവന് തുല്യനായി വേറെ ആരുമില്ലായിരുന്നു. അവൻ ഏക രക്ഷകനാണ്, അവൻ മാത്രമാണ് പാപരഹിതനായ മനുഷ്യൻ. ഇതൊക്കെ നാം മനസ്സിലാക്കണം. അവൻ മാത്രമാണ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയത്. അപ്പോൾ ഇതിന് വിരുദ്ധമായി ദൈവശാസ്ത്ര പ്രഖ്യാപനങ്ങളും വിശ്വാസ പ്രഖ്യാപനങ്ങളും എല്ലാം ഉണ്ടാക്കുന്ന സമുദായ സഭകൾ, റോമൻ കത്തോലിക്ക, ഓർത്തഡോക്സ്, യാക്കോബായ സഭകൾ, അവർക്കെല്ലാം അധികാരികൾക്ക് ഇതിൽ നിന്ന് ചില ദുരുദ്ദേശങ്ങളുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് റോമൻ കത്തോലിക്ക സഭ രക്ഷയ്ക്കായി ജനങ്ങളുടെ ശ്രദ്ധ യേശു ക്രിസ്തുവിൽ നിന്നും മറിയത്തിലേക്ക് തിരിച്ചുവിടുന്നത്? മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനുള്ള യോഗ്യത മറിയത്തിനില്ലായിരുന്നു. എങ്കിലും കത്തോലിക്ക സഭ ആ യോഗ്യതകളൊക്കെയും മറിയത്തിനുമുണ്ട് എന്ന് പറഞ്ഞ് ഒരു ആശയം പരത്തുകയാണ് ചെയ്യുന്നത്, തെറ്റായ ആശയം പരത്തുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന സാത്താൻ്റെ പദ്ധതിയുടെ ഭാഗമല്ലേ എന്ന് നാം ഇത് ചിന്തിക്കണം. വെറും ഒരു മനുഷ്യൻ, സാധാരണ ഒരു മനുഷ്യ സ്ത്രീ മറിയം, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവൾ, ആ രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, ഒരു സാധാരണ മനുഷ്യനെ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന ഒരു പദ്ധതി സാത്താൻ്റേതാണ്. നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന സാത്താൻ്റെ നുണ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്.
ഇതെല്ലാം പലതരത്തിൽ വീണ്ടും വീണ്ടും നടപ്പാക്കി മനുഷ്യവർഗത്തെ വഞ്ചിക്കുക എന്നുള്ള സാത്താൻ്റെ പദ്ധതിയുടെ ഭാഗമല്ലേ ഇത് എന്ന് നാം ചിന്തിക്കേണ്ടേ? ഇത് ദൈവത്തെ അനുസരിക്കുന്നതിനേക്കാൾ സാത്താനെ അനുസരിപ്പിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമല്ലേ, ചിന്താഗതിയല്ലേ എന്ന് ഓരോ വിശ്വാസിയും കേൾവിക്കാരും വളരെ ശ്രദ്ധയോടെ കേട്ട് ചിന്തിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ്, ക്രിസ്തുവിനെ അനുസരിക്കേണ്ടതുപോലെ അനുസരിച്ച്, ദൈവവചനം മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി ക്രിസ്തുവിൽ വളരുവാൻ നിങ്ങളെ സഹായിക്കട്ടെ. റോമൻ കത്തോലിക്ക സഭയുടെ മറ്റൊരു വിശ്വാസ പ്രഖ്യാപനമാണ്, സാധാരണ വിശ്വാസികളുടെ, എല്ലാ കത്തോലിക്ക വിശ്വാസികളുടെയും ഒരു വിശ്വാസമാണ്, മറിയം സ്വർഗാരൂഹിതയാണ് എന്നുള്ളത്. മറിയം തൻ്റെ മരണശേഷം അധികം താമസിയാതെ ഉയർപ്പിക്കപ്പെട്ടു എന്നും ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടെന്നും സ്വർഗത്തിൽ രാജ്ഞിയായി കിരീടം ധരിപ്പിക്കപ്പെട്ടെന്നും 1950 നവംബർ 1-ാം തീയതി 12-ാം പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയുണ്ടായി. അത് കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 966 പാരഗ്രാഫിൽ നാം കാണുന്നുണ്ട്. മറിയത്തിൻ്റെ സ്വർഗാരോഹണം അഥവാ മറിയം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നത് 1950, അതായത് മറിയത്തിൻ്റെ ഭൂമിയിലെ ജീവിതകാലത്തിന് ഏതാണ്ട് 1900 വർഷങ്ങൾക്ക് ശേഷം കത്തോലിക്ക സഭ എന്ന ഒരു സഭാപ്രസ്ഥാനം നടത്തിയ ഒരു പ്രഖ്യാപനമാണ്. അതായത് 1900 വർഷങ്ങളായിട്ട് ഇങ്ങനെയൊരു വിശ്വാസം ഒരു ക്രിസ്തീയ വിശ്വാസിക്കും ഇല്ലായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെയൊരു വിശ്വാസം ഉണ്ടായി. ഈ പ്രസ്താവന സത്യമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഒരു റോമൻ കത്തോലിക്ക വിശ്വാസി ആയിരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാതാവിൻ്റെ സ്വർഗാരോഹണവും സ്വർഗരാജ്ഞി പദവിയുമൊക്കെ, ഈ ആശയങ്ങളൊക്കെ തമ്മിൽ വളരെ വൈരുദ്ധ്യങ്ങളുണ്ട്. കന്യകാമറിയം മരിച്ച ശേഷം ദ്രവത്വം കാണാതെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തിട്ട് ഇപ്പോൾ സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അധികാരങ്ങളും പ്രാപിച്ചിരിക്കുന്നതായിട്ടുള്ള പ്രബോധനങ്ങൾ നാം ധാരാളമായി കേൾക്കുന്നുണ്ട്. അപ്പോൾ മാതാവിൻ്റെ സ്വർഗാരോഹണത്തിന് അവർ തെളിവായിട്ട് ഹാജരാക്കുന്നത് സങ്കീർത്തനം 45-ാം സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങളാണ്. അവിടെ നാം വായിക്കുന്നത്, അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകുന്നു, അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്, അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും, അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. അതാണ് സങ്കീർത്തനത്തിൽ 45-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അപ്പോൾ റോമാസഭയുടെ ചിന്തപ്രകാരം ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന രാജകുമാരി മറിയമാണെന്നും ദൈവം അവളെ ഉയർപ്പിച്ച് രാജസന്നിധിയിൽ അഥവാ ദൈവസിംഹാസനത്തിങ്കിൽ കൊണ്ടുവന്നുവെന്നും തെറ്റായി അനുമാനിക്കുന്നു. അങ്ങനെ ഒരു വിദൂര നിരൂപണം, സാമാന്യമായി അനുമാനിക്കാനുള്ള അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ മറിയം സ്വർഗാരോഹിതയായി. പക്ഷേ ഈ രാജകുമാരി മറിയമാണെങ്കിൽ അവളുടെ തോഴിമാരായി കൂടെ നടന്ന കന്യകമാരെയും കൊണ്ടുവരും, അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ മറിയത്തോടൊപ്പം മറിയത്തിൻ്റെ സ്നേഹിതരായിരുന്ന വിശുദ്ധ സ്ത്രീകളും മറിയത്തോടൊപ്പം സ്വർഗാരോഹണം ചെയ്യപ്പെട്ടു എന്നും ഒരു വിദൂര നിരൂപണം കൂടാതെ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. അപ്പോൾ എന്തെല്ലാം തെറ്റുകളാണ് ഇത്തരം വ്യാഖ്യാനത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കുക. അതുമാത്രവുമല്ല, ഈ സങ്കീർത്തന ഭാഗത്തിലുള്ളത് രാജാവ് രാജകുമാരിയെ വിവാഹം കഴിക്കുന്ന വർണ്ണനയാണ്. അപ്പോൾ രാജകുമാരിയായ മറിയം ഇനിയും ഒരു രാജാവിനെ വിവാഹം ചെയ്യുവാൻ പോകുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അവിടെ കാണുന്നത്. അപ്പോൾ അവിടുത്തെ രാജാവ് ആരാണ്? ആ രാജാവ് ക്രിസ്തുവാണ്. ആയതിനാൽ
ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന രാജാവ് ദൈവപുത്രനായ ക്രിസ്തുവാണെന്നാണ് സങ്കീർത്തനം 45-ന്റെ 6-7 വാക്യങ്ങളോട് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എബ്രായ ലേഖനം 1-ാം അധ്യായം കൂടെ ഒന്ന് കൂട്ടി വായിക്കുക, 8-9 വാക്യങ്ങൾ. അപ്പോൾ ക്രിസ്തുവാണ് അവിടുത്തെ രാജാവ്. അപ്പം മറിയത്തെ അവർ ആ ഒരു കോണ്ടെക്സ്റ്റിൽ, പശ്ചാത്തലത്തിൽ രാജകുമാരിയായിട്ട് ചിത്രീകരിക്കുകയാണ്. യേശു മഹാരാജാവ് മണവാട്ടിയായ രാജകുമാരിയാം സഭയോടുള്ള വിവാഹത്തിൻ്റെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള സ്വർഗത്തിലെ സമാഗമനമാണ് ആ ഒരു വിവാഹ പശ്ചാത്തലത്തിൽ നാം കാണുന്നത്. പക്ഷേ ഇവിടെ രാജ്ഞി കർത്താവിൻ്റെ അമ്മ മറിയമാണെന്ന് വ്യാഖ്യാനിക്കുമ്പോൾ അത് എത്രയോ അപക്വമായ ഒരു ധ്വനിയാണ് കേൾവിക്കാരിൽ ഉണ്ടാകുന്നത്. എത്രയോ അപക്വവും അപകടവും മാനുഷിക മര്യാദകൾക്ക് പോലും ചേരാത്തതുമായ ദൈവദൂഷണമാണ്. രാജാവായ ക്രിസ്തു രാജ്ഞിയായ, സ്വർഗീയ രാജ്ഞിയായ മറിയത്തെ വിവാഹം ചെയ്യുവാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത്. അതുമാത്രവുമല്ല, യഥാർത്ഥമായ സ്ത്രീ അസ്തിത്വം സ്വർഗത്തിലില്ല എന്ന് ബൈബിളിൽ നിന്നും വ്യക്തമാണ്. സ്വർഗത്തിലെല്ലാവരും ദൈവദൂതന്മാരെ പോലെ പുരുഷരൂപമുള്ളവരായിരിക്കും എന്നാണ് യേശു പറഞ്ഞത്. അവരെല്ലാവരും ദൈവത്തിൻ്റെ ദൂതന്മാരെ പോലെ ആയിരിക്കുമെന്നാണ്. അപ്പോൾ സ്വർഗത്തിലൊരു രാജ്ഞിയുണ്ട് എന്നും ഇത്തരം വാക്യങ്ങളെല്ലാം സംഘടിപ്പിച്ച് ക്രിസ്തു ആ രാജ്ഞിയെ വിവാഹം കഴിക്കും എന്നൊക്കെയുള്ള ചിന്താരീതികൾ എത്രയോ അപക്വവും മര്യാദകളുടെ ലംഘനവുമാണ് എന്ന് ഇവർ മനസ്സിലാക്കേണ്ടതല്ലേ. അതുമാത്രവുമല്ല, യഥാർത്ഥ മറിയം സ്വർഗാരോഹിതയല്ല. എന്നാൽ ഈ വിശ്വാസ പ്രഖ്യാപനം സത്യമാണ് എന്നതിന് ആധാരമായി യാതൊന്നും ബൈബിളിൽ നിന്ന് എടുത്തു കാണിക്കുവാൻ ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തിയ റോമൻ കത്തോലിക്ക സഭാധികാരികൾക്കോ അത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന റോമൻ കത്തോലിക്ക വിശ്വാസികൾക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബൈബിളും 1-ാം നൂറ്റാണ്ടിലെ പാരമ്പര്യങ്ങളും മറിയത്തിൻ്റെ സ്വർഗാരോഹണത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇവരെല്ലാം പാരമ്പര്യവാദികളാണല്ലോ. എന്നാൽ അവരുടെ പാരമ്പര്യങ്ങളിലെങ്കിലും ഇത് കാണണ്ടായോ? അപ്പൊസ്തോലന്മാരോ ആദിമ ക്രിസ്ത്യാനികളോ മറിയം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് കരുതിയതായി ബൈബിളിലോ ചരിത്രത്തിലോ യാതൊരു തെളിവുമില്ല. ആദിമസഭയിലുണ്ടായ എത്രയോ ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊസ്തോല പ്രവൃത്തികളൊക്കെ എടുത്തു നോക്കുക, എത്രയോ ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇതൊരു ചരിത്ര സംഭവമായിരുന്നുവെങ്കിൽ തീർച്ചയായും അത് ബൈബിളിൽ രേഖപ്പെടുത്തുമായിരുന്നു. അപ്പോൾ മറിയത്തിൻ്റെ സ്വർഗാരോഹണം ഒരു ചരിത്ര സംഭവമായിരുന്നുവെങ്കിൽ തീർച്ചയായും അത് ബൈബിളിലെ ഏതെങ്കിലും പുസ്തകത്തിൽ രേഖപ്പെടുത്തുമായിരുന്നു. എന്നാൽ മറിയത്തിൻ്റെ സ്വർഗാരോഹണത്തെപ്പറ്റി അങ്ങനെ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അതിനാൽ മറിയത്തിൻ്റെ സ്വർഗാരോഹണം യഥാർത്ഥത്തിൽ സംഭവിച്ചതായിരുന്നെങ്കിൽ തീർച്ചയായും യോഹന്നാനോ മറ്റാരെങ്കിലുമോ അത് ബൈബിളിൽ രേഖപ്പെടുത്തുമായിരുന്നു. അതിനാൽ ഇത്തരം കെട്ടിച്ചമച്ച വിശ്വാസ പ്രഖ്യാപനങ്ങളുടെ അടിസ്ഥാനം സത്യമോ ചരിത്ര യാഥാർത്ഥ്യങ്ങളോ ഒന്നുമല്ല, മറിച്ച് ചില അധികാരികളുടെ ആത്മീയ അഹങ്കാരവും കപടനാട്യവും വിശ്വാസികളെ വഞ്ചിക്കുന്ന ഒരു പദ്ധതിയും മാത്രമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇത് തെറ്റിലേക്ക് മനുഷ്യനെ വീഴിക്കുവാനുള്ള ഒരു തന്ത്രമാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ബൈബിളിലെ യഥാർത്ഥ മറിയം ഇതുവരെ ഉയർത്തിട്ടില്ല. അതാണ് നാം ബൈബിളിലെ ഉപദേശപ്രകാരം മനസ്സിലാക്കുന്നത്. 1 കൊറിന്ത്യർ ലേഖനത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള എല്ലാവരുടെയും ഉയർപ്പ് ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ മാത്രമാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം
മറിയം മാത്രം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുന്നതും അപ്രകാരം വിശ്വസിക്കുന്നതും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവിക സത്യങ്ങൾക്കും പദ്ധതിക്കും എതിരാണ് എന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. എത്രയോ കാപഠ്യം നിറഞ്ഞ ഒരു നിലപാടാണത്. അതിനാൽ ഇത്തരം തെറ്റായ പ്രബോധനങ്ങളിൽ വിശ്വസിക്കുന്നവരെല്ലാം വാസ്തവത്തിൽ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ദുരുപദേശത്തിൽ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവർ ദുരുപദേശം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യത്തിനിടയിലൂടെ നുഴഞ്ഞു കയറി അതിനെ തെറ്റിദ്ധരിപ്പിച്ച് ദുരുപദേശമുണ്ടാക്കി തെറ്റായ കാര്യങ്ങളിൽ വിശ്വസിച്ച് പ്രതീക്ഷ വയ്ക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്ത ഏക വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ്. അത് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. സഹോദരന്മാരെ, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ല എന്നും ഞാൻ പറയുന്നു. അപ്പോൾ യേശു മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി തൻ്റെ അവസാന തുള്ളി രക്തം പോലും ക്രൂശിൽ ചിന്തി. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൻ്റെ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞത്: എന്നെ സ്പർശിച്ചു നോക്കുവിൻ, എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിനില്ലല്ലോ. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശു തനിക്ക് മാംസവും അസ്ഥികളും ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ രക്തമുണ്ട് എന്ന് പറയുന്നില്ല. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ശരീരത്തിൽ രക്തമില്ലായിരുന്നു എന്ന് കരുതുന്നതിൽ തെറ്റില്ല. കാരണം യേശു തൻ്റെ അവസാന തുള്ളി രക്തം പോലും മനുഷ്യവർഗത്തിനായി നൽകി. എന്നാൽ ഇത്തരം യോഗ്യതകളൊന്നും മറിയത്തിനില്ല. അതുകൊണ്ട് മറിയത്തിൻ്റെ സ്വർഗാരോപണം ദൈവവചന വിരുദ്ധമായ വെറും ഒരു മാനുഷിക ചിന്തയും പദ്ധതിയും മാത്രമാണ്. യഥാർത്ഥ മറിയത്തിൻ്റെ പേരിൽ നടക്കുന്ന ഇത്തരം തർക്കങ്ങളെപ്പറ്റിയും പ്രശ്നങ്ങളെപ്പറ്റിയും ഒന്നും അറിയുന്നതേയില്ല. കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാ വിശുദ്ധരും ഇപ്പോൾ വിശ്രമിക്കുകയാണ്. അവരിൽ മറിയവും പത്രോസും പൗലോസും ഒക്കെ ഉൾപ്പെടുന്നു. അവർക്കെല്ലാം പ്രതിഫലം ലഭിക്കാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് നാം തെസലോനിക്ക ലേഖനത്തിലും കൊറിന്ത്യ ലേഖനത്തിലും ഒക്കെ എല്ലാം വായിക്കുന്നത്. ദാനിയേലിൻ്റെ പുസ്തകത്തിലും അത് കാണുന്നുണ്ട്. സത്യം ഇങ്ങനെയിരിക്കെ മറിയം ആരും കാണാതെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു എന്ന് പറയുന്നത് എത്രയോ സത്യസന്ധതയില്ലാത്ത നിലപാടാണ്. വാസ്തവത്തിൽ മറിയം ഇതുവരെ ഉയർത്തിട്ടില്ല. ദൈവം അവളെ ഇതിനോടകം ഉയർപ്പിച്ചു എന്ന് ചിന്തിക്കുന്നതിന് ആധാരമായി എടുക്കാനുള്ള ഏതെങ്കിലും വാക്യമോ സൂചന പോലുമോ ബൈബിളിലില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? അതിനാൽ മറിയം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു എന്ന് പറഞ്ഞ് ബൈബിൾ വിരുദ്ധമായ പ്രചരണം നടത്തുന്നവരെ നാം സൂക്ഷിക്കണം. കാരണം അത്തരക്കാർ തങ്ങളുടെ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി മറിയത്തെ ജനഹൃദയങ്ങളിൽ ഉയർപ്പിക്കുകയായിരുന്നു. ചിന്തിക്കാൻ മറന്നുപോകുന്ന ജനങ്ങൾ തങ്ങളുടെ നേതാക്കളാൽ വഞ്ചിതരാകുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണം മാത്രമാണിത്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനും നമ്മുടെ രക്ഷയ്ക്കും ആത്മീയ ജീവിതത്തിനും പ്രായോഗിക ക്രൈസ്തവ ജീവിതത്തിനും ആവശ്യമില്ലാത്ത വിശ്വാസ സത്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അത് വിശ്വസിച്ച് അനുസരിച്ച് ജീവിച്ച് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന അകറ്റിക്കളയുന്ന സാത്താൻ്റെ തന്ത്രങ്ങളെ നാം മനസ്സിലാക്കണം. ക്രിസ്തുവിനോട് ചേർന്നിരിക്കണം. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ നാം മനസ്സിലാക്കണം. അത് നമ്മൾ അനുസരിക്കണം. അവിടെയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ വിജയം.